ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2022 റിലീസ് ചെയ്ത ഒരു ഹോങ്കോങ് ആന്തോളജി ഹൊറർ മൂവിയാണ്. ചിത്രത്തിന്റെ പേര് ടെയിൽസ് ഫ്രം ദ ഒക്കൾട്ട്. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ വ്യത്യസ്തമായ 3 ഷോർട്ട് ഹൊറർ സ്റ്റോറീസ് കണ്ടാലോ? അതിനു മുൻപ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഒന്നാമത്തെ കഥയുടെ പേരാണ് ദ ചിങ്. കഥ തുടങ്ങുന്നത് കഥാനായിക മെയ് സുഹൃത്തായിട്ടുള്ള ആലീസിനെ കാണിച്ചാണ്. അവർ രണ്ടുപേരും സ്കിൻ കെയർ ചെയ്യാന്ന് പറഞ്ഞ് പ്ലേ ഗ്രൗണ്ടിലിരുന്ന വോളിബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന പയ്യന്മാരെ വായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മെയ് അങ്ങനെ വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴിക്ക് ഒരു പൂച്ചക്കുട്ടി ഇരിക്കുന്നുണ്ടാവും. അവൾ ആ പൂച്ചക്കുട്ടിയെ കൊഞ്ചിച്ച് അതിനെ പിടിക്കാനായിട്ട് പൂച്ചയുടെ പിന്നാലെ ചെന്നു. അവൾ ആ വേസ്റ്റും ചാക്കുകളൊക്കെ മാറ്റി നോക്കുമ്പോഴാണ് അഴുകിയ നിലയിലുള്ള ഒരു ഡെഡ് ബോഡി കാണുന്നത്. ആകെ പേടിച്ചറിഞ്ഞു പോയി അവള് അലറിക്കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോയി. അങ്ങനെ ഈ ഒരു സംഭവം നടന്ന് കുറെ വർഷങ്ങൾ കടന്നുപോയി. നമ്മുടെ മെയ് ഇപ്പോ വളരെ ഫേമസ് ആയ ഒരു പോപ്പ് സിംഗറാണ്. മെയ്യുടെ ബോയ് ഫ്രണ്ട് അലൻ അവളുടെ പേഴ്സണൽ മാനേജറും പ്രൊഡ്യൂസറുമാണ്. ഇപ്പോ മെയ്യിന് റെക്കോർഡിങ്ങിനൊക്കെ എളുപ്പം പോയി വരാനൊക്കെയായി അവരെ പഴയൊരു ഫ്ലാറ്റിലേക്ക് താമസം മാറി. അലൻ എപ്പോഴും ജോലി തിരക്കാണ്. അവന്റെ ഫാമിലിയോടൊപ്പം സമയം ചെലവഴിക്കണമെന്ന് പറഞ്ഞ് നായികയുടെ കൂടെ അധികം ടൈം സ്പെൻഡ് ചെയ്യാറില്ല. അതിന്റെ പേരിലാണ് രണ്ടുപേരും അധികം വഴക്കിടാറുള്ളതും. അതുകൊണ്ട് തന്നെ ആലീസിന് ഇവര് തമ്മിലുള്ള ഈ ഒരു റിലേഷൻ അത്രയ്ക്ക് താല്പര്യമില്ല. അലൻ അങ്ങനെ ഞാൻ തിരക്കൊക്കെ കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു വരാന്ന് പറഞ്ഞ് ഫ്ലാറ്റിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുന്ന നേരത്താണ് അവരുടെ അയൽവാസിയായിട്ടുള്ള ജോസഫിനെ കാണുന്നത്. മെയ് ഒരു പോപ്പ് സ്റ്റാർ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നിങ്ങളുടെ പാട്ട് ഒത്തിരി ഇഷ്ടമാണ്, ശബ്ദം ഒത്തിരി നല്ലതാന്നൊക്കെ പറഞ്ഞ് ജോസഫ് അവരെ പരിചയപ്പെടുന്നു. അവൻ കൂടുതലൊന്നും അവരോട് സംസാരിക്കാൻ നിൽക്കുന്നില്ല. എന്തായാലും ആലീസും മെയ്യും ഒത്തിരി ഹാപ്പിയായി. ഈ ഒരു സമയത്ത് ഫ്ലാറ്റിന്റെ ഓണർ നായികയ്ക്ക് ഫ്ലാറ്റിന്റെ ചാവി ഏൽപ്പിക്കുന്നുണ്ട്. കുറച്ചുനാള് ഇവിടെ ആരും താമസിക്കാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം അറ്റകുറ്റപ്പണികളൊക്കെ തീർക്കാനുണ്ട്. അതൊക്കെ ഉടനെ തന്നെ ശരിയാക്കി തരാന്ന് പറഞ്ഞ് ഓണർ അവളുടെ കയ്യിൽ നിന്ന് ഓട്ടോഗ്രാഫൊക്കെ വാങ്ങിയിട്ടാണ് അവിടെ നിന്ന് പോയത്. അന്ന് രാത്രി ആയതോടെ ആലീസ് തന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ഇപ്പോ മെയ് ആ ഫ്ലാറ്റില് തനിച്ചാണ്. ഈ ഒരു സമയത്താണ് അവളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത്. ഇന്ന് നിങ്ങളെ കാണാനും സംസാരിക്കാനും കഴിഞ്ഞതില് ഒത്തിരി സന്തോഷമുണ്ടെന്ന് പറഞ്ഞ്. അല്ല, ഈ മെസ്സേജ് അയച്ചത് ആരായിരിക്കും? അവൾ ആ പ്രൊഫൈലിന്റെ പേര് ചെക്ക് ചെയ്ത് നോക്കിയപ്പോ ജോജോ ബേർ എന്ന അക്കൗണ്ടിൽ നിന്നാണ് അവൾക്ക് മെസ്സേജ് വന്നിരിക്കുന്നത്. ഈ ജോജോ എന്ന് പറയുന്നത് ഇനി ഇവരുടെ അയൽവാസിയായിട്ടുള്ള ജോസഫ് ആണോ? ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് ജോസഫ് ആണെന്ന് കരുതി അവൾ ആ മെസ്സേജിന് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് മെയ്യിന്റെ പഴയൊരു ഫ്ലാഷ് ബാക്കിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. വർഷങ്ങൾക്ക് മുൻപ് അവൾ ഒരു ഡെഡ് ബോഡിയെ കണ്ട് പേടിച്ചിരുന്നില്ലേ? ആ ഒരു സംഭവത്തിന് ശേഷം അവള് മെന്റലി ഒത്തിരി ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ആ മരിച്ച ആളുടെ പ്രേതം മെയ്യുടെ പിന്നാലെ തന്നെ ഉള്ളതുപോലെ അവൾക്ക് തോന്നിയിരുന്നു. അവളുടെ അങ്കിള് ഒരു സൈക്യാട്രിക് ആണ്. ചിലപ്പോ അന്ന് ഞാൻ ആളുകളെ വിളിച്ച് കൂട്ടിയിരുന്നെങ്കിൽ അയാളെ രക്ഷിക്കായിരുന്നു. അതിന് അങ്കിൾ അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഒരിക്കലും അത് നിന്റെ തെറ്റല്ല. നീ ആ ഡെഡ് ബോഡി കണ്ടെത്തുമ്പോ അയാൾ മരിച്ചിരുന്നു. അതുകൊണ്ട് താൻ അയാളെ സഹായിച്ചില്ല എന്ന കുറ്റബോധം കൊണ്ടാണ് നിനക്ക് അയാള് പിന്തുടരുന്നത് പോലെ തോന്നുന്നത്. ഇതൊക്കെ നിന്റെ വെറും തോന്നലും മാത്രമാണ്. അങ്ങനെ അങ്കിളിന്റെ ട്രീറ്റ്മെന്റും തെറാപ്പിയൊക്കെയായി മെയ് പതിയെ ഇതൊക്കെ മറക്കാൻ തുടങ്ങി. അവളൊരു നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വന്നു. എന്നാൽ പുതിയതായിട്ട് ഫ്ലാറ്റിലേക്ക് താമസം മാറിയത് മുതലേ മെയ്യിനെ തന്റെ പഴയ ഓർമ്മകളൊക്കെ അവളെ വേട്ടയാടാൻ തുടങ്ങി. അവൾക്കിപ്പോ ആ ഫ്ലാറ്റിലേക്ക് പോവാൻ തന്നെ താല്പര്യമില്ല. തന്നെ ആരോ എപ്പോഴും വാച്ച് ചെയ്യുന്നത് പോലെ. ഈ കാര്യങ്ങളൊക്കെ അവൾ ആലീസിനോട് പറയുന്നുണ്ട്. അതൊക്കെ നിന്റെ വെറും തോന്നല് മാത്രമാണ്. പഴയ കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ നിൽക്കണ്ട, അതൊക്കെ അങ്ങ് മറന്നേക്കാൻ പറഞ്ഞ് ആലീസ് അവളെ ഫ്ലാറ്റിലേക്ക് പറഞ്ഞയച്ചു. അന്ന് രാത്രിയായതും പതിവ് പോലെ തന്നെ ആരോ തന്നെ വാച്ച് ചെയ്യുന്നത് പോലെ അവൾക്ക് തോന്നാൻ തുടങ്ങി. താനല്ലാതെ മറ്റാരോ ആ വീടിനകത്തുള്ളതുപോലെ. അവള് പതിയെ മേശയ്ക്കടിയിലേക്ക് കുനിഞ്ഞു നോക്കി. അവിടെയൊന്നും ആരുമില്ല. തനിക്ക് തോന്നിയതല്ല, മേശയ്ക്കടിയിൽ ആരും ഉണ്ടെന്ന് പറഞ്ഞ് അവള് വീണ്ടും അതിനടിയിലേക്ക് നോക്കുമ്പോ മേശയ്ക്കടിയിലെ റോഡ് സൈഡിൽ കിടന്നിരുന്ന ആ ഡെഡ് ബോഡി, ആ പ്രേതം അവളെ ഭയപ്പെടുത്തുന്നുണ്ട്. പെട്ടെന്നാണ് മെയ് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കുന്നത്. കണ്ടത് ഒരു സ്വപ്നമായിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ അവള് തന്റെ അങ്കിളിനെ കാണാൻ പോയി. വർഷങ്ങൾക്ക് ശേഷം ആ പ്രേതം തന്നെ വേട്ടയാടാണ്. അതെന്തുകൊണ്ടാന്ന് തനിക്ക് അറിയില്ല. ഇതൊക്കെ വെറും സ്വപ്നാണോ സത്യമാണോ എന്ന് തനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതിന് അങ്കിൾ എന്താ പറയുന്നതെന്ന് വെച്ചാല് അവളിപ്പോ പുതിയൊരു സ്ഥലത്തേക്ക് താമസം മാറി. കൂടാതെ പ്രൊഫഷന്റെ സ്ട്രെസ്സും. മേ ബി അതുകൊണ്ടായിരിക്കാം ഇതുപോലൊക്കെ തോന്നുന്നത്. നന്നായിട്ടൊന്ന് ഉറങ്ങിയാൽ തന്നെ പ്രശ്നങ്ങളൊക്കെ തീരുമെന്ന് പറഞ്ഞ് അങ്കിൾ അവൾക്ക് മരുന്നൊക്കെ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്തു. അവളും ഇതൊക്കെ തന്റെ തോന്നല് മാത്രമാണെന്ന് മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് വീട്ടിലേക്ക് മടങ്ങി. എന്നാൽ എത്രയൊക്കെ മെഡിസിനും തെറാപ്പികളൊക്കെ ചെയ്തിട്ടും പേടിപ്പെടുത്തുന്ന പ്രേതരൂപങ്ങൾ അവളെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ആകെ ദേഷ്യം വന്ന മെയ് ഈ മരുന്ന് കൊണ്ടൊന്നും യാതൊരു കാര്യമില്ല എന്ന് പറഞ്ഞ് അതൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് കളയുന്നുണ്ട്. അലൻ അവളെ സമാധാനിപ്പിക്കാനായിട്ട് എന്തൊക്കെയോ പറഞ്ഞു നോക്കി. അതിന് മെയ് അവനോട് പറയുന്നത്,
ഒരു 2 ദിവസം നീ എന്റെ കൂടെ താമസിക്ക്. ഫാമിലി മീറ്റിംഗും ജോലി തിരക്കൊക്കെ മാറ്റിവെക്ക്. അത്രയെങ്കിലും എനിക്ക് വേണ്ടി ചെയ്യാൻ കഴിയില്ലേ? ഈ ഒരു കാര്യം കേട്ട് അലന് വല്ലാതെ ദേഷ്യം വന്നു. കാരണം അലന് മറ്റൊരു കുടുംബമുണ്ട്, ഭാര്യയും കുട്ടികളും ഉണ്ട്. ഇതറിഞ്ഞിട്ട് തന്നെയാണ് മെയ് അവനെ പ്രണയിച്ചത്. അലൻ ഡിവോഴ്സ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അവന്റെ ഫാമിലിയെ ഒഴിവാക്കണമെന്നോ അവള് പറയുന്നില്ല. അങ്ങനെ 1ഉം 2ഉം പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ വഴക്കായി ഈ നട്ടപ്പാതിരിക്ക് മെയ് ഫ്ലാറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഈ ഒരു സമയത്ത് ബാൽക്കണിയിൽ നിന്നിരുന്ന അലന്റെ പിന്നിലെ ഒരു കൈ വന്ന് അവനെ പിടിച്ചു വലിക്കുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. മറുവശത്ത് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാതെ അവള് കടൽക്കരയിലെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് ഫോണിലേക്ക് ജോജോ ബെയറിന്റെ മെസ്സേജ് വരുന്നത്. 5 വർഷങ്ങൾക്ക് മുൻപ് ഇതേ ദിവസമാണ് മെയ് ആദ്യമായിട്ട് പാട്ട് പാടിയത്. അന്ന് എല്ലാവരും പാട്ട് കൊള്ളില്ല എന്ന് പറഞ്ഞ് അവളെ ഒത്തിരി കളിയാക്കി. മെയ് സ്റ്റേജിന് പിന്നിലേക്ക് ഓടി പൊട്ടിക്കരഞ്ഞു. എന്നാൽ ഇന്ന് നീ ഒരു സ്റ്റാർ ആണ്, ഇനി നീ കരയാൻ പാടില്ല. നിനക്ക് എന്ത് സങ്കടം വന്നാലും എന്നും എപ്പോഴും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. ഇങ്ങനെയാണ് ആ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത്. ആ മെസ്സേജ് വായിച്ച് അവൾ ഒത്തിരി ഹാപ്പിയായി. അടുത്ത ദിവസം രാവിലെയാണ് മെയ് ഫ്ലാറ്റിലേക്ക് തിരിച്ചു വന്നത്. നോക്കുമ്പോൾ ഫ്ലാറ്റിന് വെളിയിലെ പോലീസ്, ആംബുലൻസ് അവരെ അലന്റെ ഡെഡ് ബോഡി എടുത്തോണ്ട് പോകുന്നതാണ് മെയ് കാണുന്നത്. അലൻ ബാൽക്കണിയിൽ നിന്ന് കാല് തന്നെ വീണു മരിച്ചിരുന്നു. ഇപ്പോ പോലീസിനെ നായികയെ അറസ്റ്റ് ചെയ്യാനായിട്ട് അവൾക്കെതിരെ യാതൊരു പ്രൂഫും ഇല്ല. പുലർച്ചെ 2 മണിക്കാണ് മെയ് ഫ്ലാറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയത്. പിന്നീട് 6 മണിക്ക് ശേഷമാണ് അവൾ ഫ്ലാറ്റിലേക്ക് തിരിച്ചു വന്നതും. അലൻ താഴേക്ക് വീണ് മരിച്ചിരിക്കുന്നത് ഒരു 3 മണി സമയത്താണ്. പക്ഷേ പോലീസിന്റെ സംശയം അലൻ അവളുടെ മാനേജറും പ്രൊഡ്യൂസറുമാണ്. അവനെന്തിനാ ആ നേരത്ത് നിന്റെ ഫ്ലാറ്റിലേക്ക് വന്നത്? അതിന് മെയ് കൃത്യമായിട്ടൊരു മറുപടി പറയുന്നില്ല. അങ്ങനെ ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞ് അവള് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോഴാണ് അവിടെ വെച്ച് ജോസഫിനെ കാണുന്നത്. ജോസഫ് അവരുടെ അയൽവാസിയല്ലേ, അതുകൊണ്ടാണ് പോലീസ് അവനെ ചോദ്യം ചെയ്യാനായിട്ട് വിളിച്ചു വരുത്തിയത്. അവള് ജോസഫിനെ കണ്ടപാടെ തന്നെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. ജോസഫിനാണെങ്കിൽ ഇതെന്താണ് സംഭവം എന്ന് യാതൊരു പിടുത്തവുമില്ല. ബോയ്ഫ്രണ്ട് മരിച്ച ആ ഷോക്കിലാണെന്ന് കരുതി ജോസഫ് അവളെ പിടിച്ചു മാറ്റി. ആ കറക്റ്റ് സമയത്താണ് ജോസഫിന്റെ ഗേൾഫ്രണ്ട് ഈ ഒരു കാഴ്ചയും കണ്ടോണ്ട് അങ്ങോട്ട് വരുന്നത്. പോരെ, തനിക്ക് ഈ സ്ത്രീയെ അറിയില്ല എന്ന് പറഞ്ഞ് ജോസഫ് തന്റെ കാമുകിയുടെ പിന്നാലെ ഓടുന്നുണ്ട്. ഇതൊക്കെ കണ്ട് മെയ് ആകെ ഷോക്കായിട്ട് നിൽക്കുക. അങ്ങനെ ആരായിരിക്കും തനിക്ക് മെസ്സേജ് അയക്കുന്നത്? അപ്പോഴേക്കും മെയ്യിനെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ആലീസ് അവിടെ എത്തി. അലൻ നിന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല, ഇനി അതിന്റെ പേരില് നീ ഒരിക്കലും സങ്കടപ്പെടരുത്, നിന്റെ കൂടെ എന്നും എപ്പോഴും ഞാനുണ്ടാവും എന്ന് പറഞ്ഞ് ആലീസ് നമ്മുടെ നായികയെ കിസ് ചെയ്യുന്നുണ്ട്. ഇത് മെയ്യിന് ഉൾക്കൊള്ളാനേ കഴിഞ്ഞിരുന്നില്ല. അപ്പോ നീയാണല്ലേ ജോജോ, നീയാണല്ലേ എനിക്ക് മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞ് അലറിക്കരഞ്ഞോണ്ട് അവൾ ആ കാറിൽ നിന്ന് ഇറങ്ങിയോടി. തനിക്ക് ചുറ്റും എന്തൊക്കെയാ നടക്കുന്നതെന്ന് മെയ്യിന് യാതൊരു പിടുത്തവുമില്ല. വീട്ടിലെത്തിയ ശേഷവും മെയ്യിന് തുടർച്ചയായിട്ട് മെസ്സേജുകൾ വരുന്നുണ്ട്. എന്നാൽ ഇപ്രാവശ്യം ആ മെസ്സേജുകളൊക്കെ വായിച്ച് മെയ്യാകെ ഞെട്ടിത്തരിച്ചിരിക്കുക. അത് അയച്ചിരിക്കുന്നത് ജോസഫ് അല്ല, ആലീസ് അല്ല. വീടിന്റെ റിനോവേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നീട് സംസാരിച്ചിട്ടില്ല, നമുക്ക് ഇന്ന് സംസാരിച്ചാലോ, ഞാൻ വീട്ടിലേക്ക് വന്നോട്ടെ എന്നാണ് ആ മെസ്സേജ്. ഇപ്പോഴാണ് മെയ്യിനൊരു കാര്യം ക്ലിക്കായത്. അവള് താമസം മാറിയെന്ന് ഫ്ലാറ്റിന്റെ ഓണർ ഫ്ലാറ്റിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യാനായിട്ട് ഒരു ജോലിക്കാരനെ ഏൽപ്പിച്ചിരുന്നു. അയാളാണ് മെയ്യനെ തുടർച്ചയായിട്ട് മെസ്സേജുകൾ അയച്ചിരിക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞ ഉടനെ തന്നെ അവള് ഓടിച്ചെന്ന് ഫ്രണ്ട് ഡോറ് ലോക്ക് ചെയ്യുന്ന നേരത്ത് ഫ്ലാറ്റിന്റെ വെളിയില് അയാൾ നിൽക്കുന്നുണ്ടായിരുന്നു. അവള് വേഗം തന്നെ ഡോറും ലോക്ക് ചെയ്ത് ഒരു കബോർഡിനകത്ത് കയറി ശബ്ദം ഉണ്ടാക്കാതെ ഒളിച്ചിരുന്നു. അപ്പോഴും ജോജോ അവൾക്ക് മെസ്സേജ് ചെയ്തോണ്ടിരിക്കുകയാണ്, ഞാൻ വീട്ടിലേക്ക് വന്നോട്ടെ, ഡോറ് തുറക്ക്. അതിന് മരണഭയത്തിൽ അവള് വേണ്ട, വീട്ടിലേക്ക് വരണ്ടാന്ന് റിപ്ലൈ കൊടുത്തു. എന്നാൽ ജോജോന്റെ ഫോണിലെ നോട്ടിഫിക്കേഷൻ സൗണ്ട് കേൾക്കുന്നത് മെയ്യുടെ ഫ്ലാറ്റിനകത്തു നിന്നാണ്, അതും അവളുടെ തൊട്ടു പിന്നിൽ നിന്ന്. അവള് പതിയെ പതിയെ തിരിഞ്ഞു നോക്കുമ്പോ ആ സൈക്കോപാത്ത് അങ്ങനെ ചിരിച്ചുകൊണ്ട് കബോർഡിനകത്തിരിക്കുക. മെയ് അങ്ങനെ അലറിക്കറഞ്ഞ ബഹളം വെച്ച് ഒരു കത്തിയെടുത്ത് അയാളെ പേടിപ്പിച്ച് വേഗം തന്നെ പോലീസിനെ ഫോൺ ചെയ്തു. ഒടുവിലെ പോലീസ് എത്തി അയാളെ പിടികൂടുന്നതിന് മുന്നേ ജോജോ ബാൽക്കണിന്ന് താഴേക്കെടുത്ത ഒരു ഒറ്റ ചാട്ടമാണ്. ഈ ഒരു സംഭവത്തോടു കൂടി മെയ്യുടെ മെന്റൽ ഹെൽത്ത് വളരെ മോശമായി. ആകെ തകർന്നു പോയ മെയ് ഇപ്പോ ജോജോന്റെ പ്രേതത്തെ നോക്കി ഒരു ഭ്രാന്തിയെ പോലെ ചിരിക്കുന്നത് കാണിച്ചാണ് ഒന്നാമത്തെ കഥ അവസാനിക്കുന്നത്. രണ്ടാമത്തെ കഥയുടെ പേരാണ് ഡെഡ് മോൾ. കഥ തുടങ്ങുന്നത് വിൽസൺ എന്ന ഇൻഫ്ലുവൻസറെ കാണിച്ചാണ്. ലൈവ് സ്ട്രീമിലൂടെ ഒരു ഷോപ്പിംഗ് മാള് ചുറ്റിക്കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഹോണ്ടഡ് ആയിട്ടുള്ള പ്ലേസ് ആണെന്ന് പറഞ്ഞ് പൊതുവെ ഇങ്ങോട്ട് ആരും തന്നെ വരാറില്ല. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇതൊരു ഹോണ്ടഡ് പ്ലേസ് അല്ല. കണ്ടില്ലേ, ഈ രാത്രിയിലും എത്ര ആളുകൾ ഇങ്ങോട്ട് വരുന്നത്, നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് വരണമെന്നൊക്കെ വിൽസൺ ലൈവില് പറയുന്നുണ്ട്. എന്നാൽ ഈ സമയത്തൊക്കെ തന്നെ വിൽസന്റെ ക്യാമറയിലെ ക്രീപ്പി ആയിട്ട് മാസ്ക് വെച്ചൊരു പെൺകുട്ടിയെ കാണാം. കൊറോണ സമയമാണ്, എല്ലാവരും മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിൽസൺ ഈ കാര്യം അത്രയ്ക്ക് കാര്യമാക്കി എടുക്കുന്നില്ല. എന്നാലും ചെറിയൊരു പേടി.
അങ്ങനെ ആ ലൈവ് സ്ട്രീം സ്റ്റോപ്പ് ആയതിനു ശേഷം വിൽസന്റെ ടീം മാനേജർ അയാള് മാളിലേക്ക് വന്നിരിക്കുന്ന എല്ലാവർക്കും പണം കൊടുക്കുന്നുണ്ട്. അവിടെയുള്ള എല്ലാവരും വിൽസന്റെ ലൈവില് ആക്ട് ചെയ്യാനായിട്ട് വന്നതാണ്. എന്നാലല്ലേ ലൈവ് കാണുന്നവർക്ക് ഇതൊരു അബാൻഡൻ ആയിട്ടുള്ള കെട്ടിടമല്ല, അത്രയ്ക്കും തിരക്കുള്ള മോളാണെന്ന് തോന്നുള്ളൂ. ആ കൂട്ടത്തിലാണ് നമ്മുടെ ഈ കഥയിലെ നായിക ചിയ ഉള്ളത്. അവളും ഒരു ഇൻഫ്ലുവൻസർ ആണ്. സത്യത്തിലെ ആളുകൾ പറയുന്നത് പോലെ ഈ കെട്ടിടത്തിലെ പ്രേതം ഭൂതമൊക്കെ ഉണ്ടോ, ഇതൊരു ഹോണ്ടഡ് പ്ലേസ് ആണോ എന്ന് കണ്ടെത്താനാണ് ചിയ ആക്ടേഴ്സിന്റെ കൂട്ടത്തിൽ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അവള് ക്യാമറ നോക്കി സംസാരിക്കുന്ന സമയത്ത് മുൻപ് വിൽസൺ കണ്ടിരുന്ന ആ മാസ്ക് വെച്ചിരുന്ന പെൺകുട്ടിയെ അവളും കാണുന്നുണ്ട്. ചിയ അവളെ കണ്ടു എന്ന് മനസ്സിലാക്കിയപ്പോ ആ പെൺകുട്ടി അവിടെ നിന്ന് ഓടിക്കളഞ്ഞു. ചിയ ആ പെൺകുട്ടിയുടെ പിന്നാലെ തന്നെ ഓടുന്നുണ്ട്. മറുവശത്ത് വിൽസൺ ആണെങ്കിൽ ഇന്നത്തെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞില്ലേ, ഈ മോളിന്റെ ഓണറായ ഏഞ്ചലി എന്ന ലേഡിയെ കാണാനായിട്ട് പോയി. വിൽസൺ അങ്ങനെ ആ സ്ത്രീയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ മാസ്ക് വെച്ച ആ പെൺകുട്ടി അവനെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇതിപ്പോ കുറെ നേരമായല്ലോ എന്ന് പറഞ്ഞ് വിൽസൺ ആ പെൺകുട്ടിയെ തെരഞ്ഞു ചെല്ലുമ്പോ ആക്ടേഴ്സിന്റെ കൂട്ടത്തിലെ 2 സ്ത്രീകള് തന്റെ കാശ് തരാൻ പറഞ്ഞ് ആകെ ബഹളം. കാരണം വിൽസൺ ഒരു സ്കാമറാണ്. കുറെ ആളുകളുടെ കയ്യിൽ നിന്ന് അവൻ പണം തട്ടിയെടുത്തിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഇതിന്റെ ഇടയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാ മതി എന്ന് പറഞ്ഞ് വിൽസൺ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ക്യാമറയായിട്ട് ചിയ അങ്ങോട്ട് വരുന്നത്. അത് കണ്ട് അവനാകെ പരിഭ്രമിക്കാൻ തുടങ്ങി. ഇതാരാ, ഞാനല്ലാതെ മറ്റൊരു വ്ളോഗർ? ഇപ്പോ ചിയ അവനോട് ചോദിക്കും, 14 വർഷങ്ങൾക്ക് മുൻപ് ഈ ബിൽഡിംഗിൽ ഒരു തീപിടുത്തം ഉണ്ടായി, അത് പ്രേതത്തിന്റെ പണിയാണെന്ന് ആളുകൾ പറയുന്നു. മിസ്റ്റർ വിൽസൺ, നിങ്ങൾക്ക് ഇതിനെ പറ്റി എന്താ പറയാനുള്ളേ? വിൽസൺ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നറിയാതെ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു. എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് വേഗം തന്നെ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അവളും വിൽസന്റെ പിന്നാലെ തന്നെ ഓടുന്നുണ്ട്. എന്നാൽ ചിയ ക്യാമറയും കൊണ്ട് എങ്ങോട്ട് ചെന്നാലും അവൾക്ക് ആ ക്യാമറയിലെ മാസ്ക് വെച്ച ആ പെൺകുട്ടിയെ കാണാം. അവൾ ആ പെൺകുട്ടി അതാരാന്ന് അറിയാനായിട്ട് മുകളിലേക്ക് ചെന്ന് നോക്കുമ്പോ 3 ചിയർ ഗേൾസ് പ്രേതം, ഞങ്ങള് പ്രേതത്തെ കണ്ടേന്ന് പറഞ്ഞ് അലറി അടിച്ചോണ്ട് അവിടെ നിന്ന് ഓടുന്നുണ്ട്. അവൾ ആ ബഹളങ്ങളൊക്കെ കേട്ട് നേരെ വാഷ്റൂമിലേക്ക് ചെന്ന് നോക്കി. അവിടെ ഒരു ലേഡി തലയിടിച്ച് വീണ് ബോധമില്ലാതെ കിടക്കാണ്. ചിയ ആ ലേഡിക്ക് ജീവനുണ്ടോ അല്ലെങ്കിൽ അവരെ സഹായിക്കാനോ നിൽക്കാതെ വീണ്ടും ആ മാസ്ക് വെച്ച പെൺകുട്ടിയുടെ പിന്നാലെ തന്നെ ഓടാൻ തുടങ്ങി. ആ പെൺകുട്ടിയെ ഇപ്പോ അവിടെ ഒന്നും കാണാനില്ല. ചിയ താഴേക്ക് ചെന്ന് CCTV ചെക്ക് ചെയ്ത് നോക്കുന്ന നേരത്താണ് ദേഹം മൊത്തം മുറിവുകളുമായി രക്തത്തിൽ കുളിച്ചൊരു സെക്യൂരിറ്റിക്കാരൻ താഴേക്ക് ഇറങ്ങി വരുന്നത്. അയാള് കയ്യിലൊരു കത്തിയെടുത്ത്, വിൽസൺ, നിന്നെ ഞാനിന്ന് ശരിയാക്കും, തന്റെ കാശ് പോയി, നിന്നെ ഞാൻ ഇന്ന് കൊല്ലാതെ വിടില്ലടാന്ന് പറഞ്ഞ് അയാള് മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. ചിയ ക്യാമറയും കൊണ്ട് പതിയെ ആ സെക്യൂരിറ്റിക്കാരന്റെ പിന്നാലെ തന്നെ ശബ്ദം ഉണ്ടാക്കാതെ ചെല്ലുന്നുണ്ടെങ്കിലും സെക്യൂരിറ്റിക്കാരൻ അവളെ കണ്ടു. അയാൾ അങ്ങനെ വിൽസനെയും ചീത്ത വിളിച്ചുകൊണ്ട് ചിയയുടെ അടുത്തേക്ക് വരുന്ന നേരത്ത് കാല് തന്നെ പൊതക്കോന്ന് പറഞ്ഞ് താഴേക്ക് മറിഞ്ഞു വീണു. ഈ ഒരു സമയത്ത് കുറച്ചു മുൻപ് നടന്ന കാര്യങ്ങളാണ് നമ്മളെ കാണിക്കുന്നത്. അതായത് ഈ സെക്യൂരിറ്റിക്കാരൻ എന്താ പറ്റിയെന്നറിയണ്ടേ? ഒരു 8-10 മിനിറ്റുകൾക്ക് മുൻപ് ആ മാസ്ക് വെച്ച പെൺകുട്ടി വാഷ്റൂമിൽ വെച്ച് തന്റെ മുഖത്തെ മാസ്ക് അഴിച്ചു മാറ്റി തീപ്പൊള്ളലേറ്റ് വികൃതമായ തന്റെ മുഖം നോക്കി കരഞ്ഞോണ്ടിരുന്നു. ഈ ഒരു സമയത്താണ് മറ്റൊരു ലേഡി ആ വാഷ്റൂമിലേക്ക് വരുന്നത്. ആ പെൺകുട്ടി കണ്ണാടിയിലേക്ക് നോക്കി കരഞ്ഞോണ്ടിരിക്കുകയല്ലേ. ഹേയ്, നിനക്ക് എന്താ പറ്റിയെന്ന് പറഞ്ഞ് ആ ലേഡി ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെന്ന് നോക്കി. പൊള്ളിപ്പോയി ആ പെൺകുട്ടിയുടെ മുഖം കണ്ട് പേടി ചേരണ്ട് താഴേക്ക് മറിഞ്ഞു വീണ് ആ സ്ത്രീയുടെ ബോധം പോയി. അങ്ങനെ ആ ബഹളം കേട്ട് അങ്ങോട്ട് ഓടി വന്ന 3 പെൺകുട്ടികള് ആ മാസ്ക് വെച്ച പെൺകുട്ടിയെ കണ്ടാണ് പ്രേതം, ഞങ്ങള് പ്രേതത്തെ കണ്ടേന്ന് പറഞ്ഞ് അലറിക്കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോയത്. ഈ ഒരു സമയത്താണ് നമ്മുടെ ചിയ ആ വാഷ്റൂമിലേക്ക് വന്നത്. ഇതേ സമയം വിൽസൺ ആണെങ്കിൽ സ്മോക്ക് ചെയ്യാനായിട്ട് ടോയ്ലറ്റിലേക്ക് കയറി. അതല്ലാതെ ആ ബിൽഡിംഗിലെ എവിടെയും സ്മോക്ക് ചെയ്യാനായിട്ട് കഴിയില്ല. ഈ സമയത്താണ് ആ വാഷ്റൂമിലെ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നത്. ആരോ ഡോറ് ചവിട്ടി തുറക്കുന്നത് പോലെ. അവൻ വേഗം തന്നെ ലൈവ് ഓണാക്കി തൊട്ടടുത്ത ടോയ്ലറ്റിലേക്ക് നോക്കുമ്പോ ഈ ബിൽഡിംഗിലെ സെക്യൂരിറ്റി ജീവനക്കാരന്റെ കൈയും കാലൊക്കെ കെട്ടിയിട്ടിരിക്കുകയാണ്. വിൽസൺ അങ്ങനെ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്ന നേരത്താണ് മറ്റൊരു സെക്യൂരിറ്റി ജീവനക്കാരൻ വിൽസനെ കൊല്ലാനായിട്ട് ആ വാഷ്റൂമിലേക്ക് വരുന്നത്. ഇതേ സമയം തന്നെ വിൽസനെ കൊല്ലാനായിട്ട് ആ മാസ്ക് വെച്ച പെൺകുട്ടിയും അതിനകത്ത് തന്നെ മറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വിൽസനെ കൊല്ലാനായിട്ട് വന്ന അവര് രണ്ടുപേരും പരസ്പരം കണ്ട് പേടിച്ച് കരയുന്നു. ആകെ ബഹളായി. ഈ ബഹളങ്ങളൊക്കെ കേട്ട് വിൽസൺ പുറത്തേക്ക് ഇറങ്ങി വന്നു. പിന്നെ 3 പേരും തമ്മിൽ അടിപിടി ബഹളായി. എന്റെ പൊന്ന് ചങ്ങാതി, ഞാനൊന്ന് പറയുന്നത് കേൾക്ക്, നമുക്കൊന്ന് സംസാരിക്കാലോ. എന്തൊക്കെ പറഞ്ഞിട്ടും സെക്യൂരിറ്റിക്കാരൻ എന്റെ പണം നഷ്ടമായി, നിന്നെ ഞാൻ കൊല്ലാതെ വിടില്ല എന്ന് പറഞ്ഞ് അവനെ കത്തി കൊണ്ട് കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ ആളുകൾ ലൈവ് കണ്ടോണ്ടിരിക്കുകയാണ്. പണം നഷ്ടപ്പെട്ട ഒരുപാട് പേര് കമന്റ് ഇടുന്നുണ്ട്, കൊല്ലവനെ, വെറുതെ വിടരുത്. അവസാനം വിൽസനും സെക്യൂരിറ്റിക്കാരനും തമ്മിലുള്ള പിടിവലിക്കൊടുവിലെ ആ സെക്യൂരിറ്റിക്കാരൻ കുത്തേറ്റ് താഴേക്ക് വീണു. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാ മതി എന്ന് പറഞ്ഞ് വിൽസൺ മരണവെപ്രാളത്തിലെ അവിടെ നിന്ന് പായുന്ന നേരത്താണ് ഒരു വശത്ത് നിന്ന് മാസ്ക് വെച്ച പെൺകുട്ടിയും മറ്റൊരു വശത്ത് നിന്ന് ക്യാമറയായിട്ട് നമ്മുടെ നായികയും അവനെ ലോക്ക് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് 2 പേർക്ക് എന്താ വേണ്ടത്? ഇപ്പോഴാണ് ആ മാസ്ക് വെച്ച പെൺകുട്ടി എല്ലാ കാര്യങ്ങളും വിൽസനോട് പറയുന്നത്.
14 വർഷങ്ങൾക്ക് മുൻപ് ഇതേ ബിൽഡിംഗിലുണ്ടായ തീപിടുത്തത്തിലാണ് ജെനിയുടെ മുഖം പൊള്ളിപ്പോയത്. അന്ന് ആ അപകടത്തിലെ 50 പേര് കൊല്ലപ്പെട്ടു, 70ഓളം പേർക്ക് പൊള്ളലേറ്റു. അന്ന് തന്റെ സഹോദരി രക്ഷിക്കാൻ പോയ ജെനി ആ തീയപകടത്തിൽ പെട്ടു. ജെനിയുടെ സഹോദരി മറ്റാരുമല്ല, നമ്മുടെ നായിക ചിയയാണ്. അന്നവർക്ക് തങ്ങളുടെ മാതാപിതാക്കളെ നഷ്ടമായി. ഈ ബിൽഡിങ്ങിനെ തീ പിടിക്കാൻ കാരണക്കാരൻ അത് വിൽസൺ ആണ്. വിൽസൺ നന്നായിട്ട് സ്മോക്ക് ചെയ്യുന്ന ഒരാളാണ്. എന്നിട്ട് തോന്നിയ സ്ഥലത്തേക്കൊക്കെ സിഗരറ്റ് കുറ്റികളൊക്കെ വലിച്ചെറിഞ്ഞു കളയും. അങ്ങനെ അന്ന് കിച്ചന്റെ ഭാഗത്ത് നിന്ന് സ്മോക്ക് ചെയ്തിരുന്ന അവൻ ആ സിഗരറ്റ് കുറ്റി വലിച്ചെറിഞ്ഞത് കിച്ചന്റെ അകത്തേക്കായിരുന്നു. അങ്ങനെ ആ ബിൽഡിംഗിൽ മൊത്തം തീ പടർന്നു പിടിച്ചു. ഒരുപാട് ആളുകളും മരണപ്പെട്ടു. ജെനിക്കും ചിയയ്ക്കും അവരുടെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു. ജെനിയുടെ മുഖം വികൃതമായതുകൊണ്ട് തന്നെ അവൾക്ക് മറ്റു കുട്ടികളെ പോലെ സ്കൂളിലേക്ക് പോവാനോ മറ്റു കുട്ടികളുമായി കൂട്ടുകൂടി കളിക്കാനോ കഴിഞ്ഞില്ല. ആരോടും മിണ്ടാൻ കഴിയാതെ ജെനിയുടെ കുട്ടിക്കാലം നരകതുല്യമായിട്ട് മാറി. വിൽസന്റെ ഒരാളുടെ അശ്രദ്ധ കൊണ്ട് മാത്രം. ഇതൊക്കെ കേട്ട് ആകെ ഷോക്കായ വിൽസൺ ഇതൊന്നും തന്നെ ഉൾക്കൊള്ളാനായിട്ട് തയ്യാറായില്ല. അതിന് കാരണക്കാരൻ താനാണെന്ന് തെളിയിക്കാൻ നിങ്ങളുടെ കയ്യിലെ വല്ല തെളിവുണ്ടോ? ഇത് കേട്ട് ചിയയ്ക്ക് വല്ലാതെ ദേഷ്യം വന്നു. ഒരു പെൺകുട്ടിയുടെ ജീവിതം നരകമാക്കി മാറ്റിയിട്ട് ഇനി നിങ്ങൾക്ക് വേറെ തെളിവ് വേണോ? അന്ന് ജെനിയും ചിയും വിൽസന്റെ മുഖം വളരെ വ്യക്തമായിട്ട് കണ്ടതാണ്. ഇപ്പോ നടന്നതൊന്നും തന്നെ ആരെ കൊണ്ടും മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് ലൈവായിട്ട് അത്രയും പേരുടെ മുന്നിൽ വെച്ച് വിൽസൺ ജെനിയോട് മാപ്പ് പറയണം. അതിനുവേണ്ടിയാണ് ചിയ തന്റെ സഹോദരിയും കൊണ്ട് ഈ മോളിലേക്ക് വന്നത്. എന്നാൽ എന്തൊക്കെ പറഞ്ഞിട്ടും വിൽസൺ അതൊന്നും തന്നെ കേൾക്കാൻ തയ്യാറായില്ല. ചിയെ പിടിച്ച് തള്ളിയിട്ട് മോളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയോടി. പിന്നാലെ തന്നെ ചിയും അവളുടെ സഹോദരി ഓടുന്നുണ്ട്. വിൽസൺ അവൻ എങ്ങനെയൊക്കെയോ കാറിലേക്ക് ഓടിക്കേറി കാർ സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോ കാറിന്റെ പിൻസീറ്റിലെ ജെനി ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. താൻ അറിയാതെ ചെയ്ത തെറ്റാണെങ്കിൽ പോലും വിൽസൺ മാപ്പ് പറയാൻ തയ്യാറായില്ല. അതുകൊണ്ട് എനിക്കിനി ഓരോ നിമിഷവും ഇങ്ങനെ നരകിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ജെനി തന്റെ ദേഹത്ത് പെട്രോൾ ഒഴിക്കാൻ തുടങ്ങി. വിൽസന് മരണഭയമാണ്. ഈ സമയത്ത് അവൻ താൻ അറിയാതെ ചെയ്ത തെറ്റാണെന്ന് പറഞ്ഞ് അവസാനം ജെനിയോട് മാപ്പ് പറഞ്ഞ് കരഞ്ഞു നോക്കി. കാർ അങ്ങനെ കുറച്ചു ദൂരം ചെല്ലുമ്പോഴേക്കും അതൊരു തീഗോളമായിട്ട് കത്താൻ തുടങ്ങി. കാറിലുണ്ടായിരുന്ന ജെനിയും വിൽസനും മരണപ്പെട്ടു. ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ട് ഓടി വന്ന ചിയ തന്റെ സഹോദരിയെ വിളിച്ച് കരയുന്നത് കാണിച്ചാണ് രണ്ടാമത്തെ കഥ അവസാനിക്കുന്നത്. മൂന്നാമത്തെ കഥയുടെ പേരാണ് ടെനന്റ്മെന്റ്. കഥയിലെ നായിക നോവലിസ്റ്റായ അന്നയെ കാണിച്ചാണ് മൂന്നാമത്തെ കഥ തുടങ്ങുന്നത്. അവളൊരു മർഡർ സ്റ്റോറി എഴുതി അത് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ആക്ട് ചെയ്ത് നോക്കുന്നുണ്ട്. ഒരു ഗർഭിണിയായ സ്ത്രീ തന്നെ കൊല്ലരുതെന്ന് പറഞ്ഞ് കരയുന്നത് പോലെ. ഒരല്പസമയം കഴിഞ്ഞ് അന്ന ഒന്ന് നടക്കാന്ന് കരുതി മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. മേലെ നിന്ന് താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോ ഫസ്റ്റ് ഫ്ലോറിലെ റെയിൻകോട്ട് ഒക്കെ ഇട്ട് ആകെ നനഞ്ഞു കുതിർന്ന് ഒരു രൂപം അങ്ങനെ നിൽക്കുന്നുണ്ടാവും. അത് മനുഷ്യനാണോ അതോ പ്രേതാണോ എന്ന് അന്നയ്ക്ക് യാതൊരു പിടുത്തവുമില്ല. അവൾ ആ രൂപത്തെ കണ്ട് ആകെ പേടിച്ചു പോയി വേഗം തന്നെ മുകളിലേക്ക് ഓടിക്കേറി. അങ്ങനെ ഓടുന്ന വെപ്രാളത്തിലെ അന്നയുടെ വാലറ്റ് അത് താഴേക്ക് വീണിരുന്നു. എന്തായാലും അത് താഴേക്ക് ചെന്ന് എടുക്കാനുള്ള ധൈര്യമൊന്നും അവൾക്കില്ല. വേഗം തന്നെ വീടിനകത്തേക്ക് കയറി ഡോറ് ലോക്ക് ചെയ്തു. എന്നിട്ട് ഇതേ ബിൽഡിംഗിൽ തന്നെ 4th ഫ്ലോറിൽ താമസിക്കുന്ന അന്നയുടെ സുഹൃത്ത് ലക്കിയെ ഫോൺ ചെയ്ത് നടന്ന കാര്യങ്ങളൊക്കെ അവനോട് പറഞ്ഞു. ലക്കി ഇതൊന്നും തന്നെ വിശ്വസിക്കുന്നില്ല. നീ വല്ല സ്വപ്നം കണ്ടതാണോ? ശരി, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ചെന്ന് നോക്കിയെങ്കിലും അവിടെ ഒരു കുട്ടിച്ചാത്തനെയും കാണാനില്ല. അന്നയുടെ വാലറ്റ് മാത്രം താഴെ കിടക്കുന്നുണ്ട്. ലക്കി ആ വാലറ്റ് എടുത്ത് നേരെ അന്നയുടെ മുറിയിലേക്ക് ചെന്നു. നീ 24 മണിക്കൂറും കഥ എഴുതി അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അതുകൊണ്ട് നിനക്ക് തോന്നിയതാവും. നിനക്ക് എന്താ വേണ്ടത്? പുറത്തേക്ക് നടക്കാൻ പോണം, അത്രയല്ലേ വേണ്ടൂ? ശരി, ഞാൻ നിന്നെ കൊണ്ടുപോവാന്ന് പറഞ്ഞ ലക്കി അവളെയും കൊണ്ട് താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോ ഇത്തവണ ആ പ്രേതം നിൽക്കുന്നത് 2ാമത്തെ ഫ്ലോറിലാണ്. ഹേയ്, ഇത് പ്രേതമൊന്നല്ല, നോക്കിക്കേ, ഇതിനെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞ ലക്കി 3-4 സ്റ്റെപ്പ് ഒക്കെ ഇട്ട് അതിന്റെ അടുത്തേക്ക് ചെല്ലുന്ന നേരത്ത് ആ കറക്റ്റ് സമയത്താണ് അവന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. ഇതേ ബിൽഡിംഗിൽ താമസിക്കുന്ന അങ്കിൾ ജോണിന്റെ. ജോണും ഇതേ പ്രേതത്തെ കണ്ട് പേടിച്ചേരണ്ടാണ് ലക്കിയെ ഫോൺ ചെയ്തിരിക്കുന്നത്. ഈ ഒരു കാര്യം കേട്ടതോടെ ലക്കിയുടെ കാറ്റുപോയി. അപ്പോ ഇത് ശരിക്കും പ്രേതം തന്നെയാണോ? ഇനി സ്റ്റെപ്പ് ഇട്ട് നിന്നിട്ട് കാര്യമില്ലെന്ന് അവന് മനസ്സിലായി. ഈ സമയം കൊണ്ട് തന്നെ പതിയെ പതിയെ ആ രൂപം ലക്കിയുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി. പിന്നെ രണ്ടുപേരും അവിടെ നിന്ന് ഒരൊറ്റ ഓട്ടാണ്. അവര് നേരെ ഓടിക്കേറിയത് 3rd ഫ്ലോറിൽ താമസിക്കുന്ന അങ്കിൾ ജോണിന്റെ വീട്ടിലേക്കാണ്. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ഈ ഒരു റെന്റൽ ഹോം ഒഴിഞ്ഞു പോണെന്ന് പറഞ്ഞ് കുറച്ചു പേര് വന്നിരുന്നു. ചിലപ്പോ ഇതാ ഗ്യാങ്ങിന്റെ പണിയായിരിക്കോ താമസക്കാരെ ഇവിടെ നിന്ന് ഓടിച്ചു വിടാനായിട്ട്. അപ്പോ 2ാമത്തെ ഫ്ലോറിൽ താമസിക്കുന്ന ജോസ്വിൻ ആന്റി പറയും, ചിലപ്പോ അത് ശരിക്കും പ്രേതാണെങ്കിലോ? അങ്ങനെയാണെങ്കിലേ ആ പ്രേതത്തിനെ നമുക്ക്
നമുക്ക് തന്നെ ഓടിക്കാന്ന് പറഞ്ഞ് ആന്റി തന്റെ കഴുത്തിലെ കുരിശെടുത്ത് അവർക്ക് കാണിച്ചു കൊടുത്തു. അപ്പോ നായിക പറയും, ഈ ബിൽഡിങ്ങില് നമ്മൾ 4 പേരല്ലാതെ മറ്റൊരാൾ കൂടി താമസിക്കുന്നുണ്ട്. ഒരു ഗ്യാങ്സ്റ്റർ, മുന്നേ വലിയ ഗുണ്ടയൊക്കെ ആയിരുന്നു, ഇപ്പൊ എന്താന്നറിയില്ല ഒതുങ്ങിക്കൂടി ഈ ഒരു ബിൽഡിങ്ങിലാണ് ഒളിച്ചു താമസിക്കുന്നത്. പുള്ളിക്കാരൻ അധികം ആരോടും സംസാരിക്കുന്ന കൂട്ടത്തിലല്ല. ഇനി അത് പ്രേതമാണെങ്കിലും മനുഷ്യനാണെങ്കിലും ഒരു ഗ്യാങ്സ്റ്റർ കൂടെയുള്ളതൊരു ധൈര്യമല്ലേ. അവര് 4 പേരും ചേർന്ന് ചാനിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് ചെന്ന് അയാളോട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. താഴെ ഇങ്ങനൊരു രൂപത്തെ കണ്ടു, അതിനെപ്പറ്റി സംസാരിക്കാന് ഒന്ന് പുറത്തേക്ക് വരുമെന്ന് പറയുമ്പോ പുള്ളിക്കാരനാവട്ടെ ഞാൻ ഒന്നിനെയും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ഡോർ അങ്ങ് കൊട്ടിയടച്ചു. ഈ ഒരു സമയത്ത് ആ ഗ്യാങ്സ്റ്ററിന്റെ വീടിനകത്ത് എന്തോ ഒരു നെഗറ്റീവ് എനർജി ഉള്ളതായിട്ട് ജോസ്ഫിൻ ആന്റിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടായിരിക്കാം ചാൻ അവരോട് സംസാരിക്കാൻ തയ്യാറാവാതിരുന്നത്. പെട്ടെന്ന് ജോസ്ഫിൻ ആന്റിയുടെ കഴുത്തിലുണ്ടായിരുന്ന കുരിശ് അതങ്ങ് ക്രാക്കായി പൊട്ടി താഴേക്ക് വീണു. പിന്നീട് അവര് എല്ലാവരും ചേർന്ന് ആ ഗ്യാങ്സ്റ്ററെ കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങി. പുള്ളിക്കാരൻ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് തന്റെ ശത്രുക്കളെയൊക്കെ കൊന്നുകളഞ്ഞു. ഒരു 4 വർഷം ജയിലിൽ കഴിയേണ്ടി വന്നെങ്കിലും മതിയായ തെളിവുകളില്ല എന്ന് പറഞ്ഞ് കോടതി അയാളെ വെറുതെ വിട്ടു. ഇനി ചിലപ്പോ ചാൻ കൊലപ്പെടുത്തിയ ആരുടെങ്കിലും പ്രേതായിരിക്കും. പ്രതികാരം ചെയ്യാനായിട്ട് വന്നതാണെങ്കിലോ അതെന്ത് രൂപമാണെന്ന് അവർക്ക് എത്ര ചിന്തിച്ചിട്ടും യാതൊരു പിടുത്തവും കിട്ടുന്നില്ല. ഇനി എന്താ ചെയ്യാന്നറിയാതെ ആകെ തല പുകഞ്ഞിരിക്കുന്ന നേരത്താണ് നമ്മുടെ ചാൻ പുള്ളിക്കാരൻ അവരോട് സംസാരിക്കാനായിട്ട് അങ്ങോട്ട് വരുന്നത്. സംഭവം ഇവര് കണ്ട രൂപത്തെ പുള്ളിക്കാരനും കണ്ടിരുന്നു. ഇവിടെ മറ്റു 3 പേരും ചാനിനോട് സംസാരിക്കുന്ന സമയത്ത് താഴെ നമ്മുടെ ജോസ്ഫിൻ ആന്റി സാത്താനെ പുറത്തേക്ക് പോവാൻ പറഞ്ഞ് കുരിശായിട്ട് പ്രേതത്തെ ഓടിക്കാൻ പോവാണ് തനിച്ച്. ഇത് മറ്റു 3 പേർക്കും അറിയില്ല. കുറച്ചു കഴിഞ്ഞ് അവര് ആന്റിയെ കാണാതായിപ്പോ പുള്ളിക്കാരിക്ക് ഫോൺ ചെയ്തു നോക്കി. ആന്റി താഴേക്ക് ഇറങ്ങി പോകുന്നത് അവര് കണ്ടിരുന്നില്ല. ഇപ്പോ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എല്ലാവരും ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന നേരത്താണ് ബിൽഡിങ്ങിന് വെളിയിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നത്. അവര് ജനാല വഴി പുറത്തേക്ക് നോക്കി താഴെ ജോസ്ഫിൻ ആന്റി കാർ ഇടിച്ച് മരിച്ചു കിടക്കുന്നതാണ് അവർ കാണുന്നത്. ഈ ഒരു കാഴ്ച കണ്ട അന്ന, വാ നമുക്ക് താഴേക്ക് പോവാം, ആന്റിയെ രക്ഷിക്കുക എന്ന് പറഞ്ഞ് ആകെ വെപ്രാളപ്പെട്ട് മുറിയിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോ ജോൺ അവളെ തടയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ താഴേക്ക് ഇറങ്ങി ചെല്ലുന്നത് അത് സേഫ് അല്ല, നമ്മൾ എല്ലാവരും മരിക്കും. ഇപ്പോ അവരെല്ലാവരും കൂടി കുറെ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഡിസ്കസ് ചെയ്ത് ഇവരെന്താ വിചാരിക്കുന്നത്, അത് ചാൻ കൊലപ്പെടുത്തിയ ആരുടെയോ പ്രേതമാണ്. ചാൻ താഴേക്ക് ഇറങ്ങി ചെന്ന് ആ പ്രേതത്തിനോട് മാപ്പ് പറഞ്ഞാലേ ഈ പ്രശ്നങ്ങളൊക്കെ തീരും. അവര് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചാനെ കൺവിൻസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ തന്റെ തെറ്റുകൊണ്ടാണെങ്കിലേ ശരി, ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ചാൻ തന്റെ മുറിയിലേക്ക് ചെന്ന് ഏതാണ്ട് പൂജകളും ചടങ്ങുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഇവരെങ്ങനെ ചാൻ ഇപ്പൊ വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കന്നെ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടും പുള്ളിക്കാരനെ മുറിക്ക് പുറത്തേക്ക് കാണാനില്ല. അങ്ങനെ കുറച്ചു സമയം കഴിഞ്ഞ് അയാള് കയ്യിലൊരു വലിയ കത്തിയായിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു. അല്ല, മാപ്പ് പറയാൻ എന്തിനീ കത്തിയൊക്കെ? ഇനി അത് പ്രേതം അല്ലെങ്കിലേ ഞാൻ ഇന്നതിനൊരു തീരുമാനാക്കി തരാന്ന് പറഞ്ഞ് ചാൻ അവരെയും കൂട്ടി താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോ താഴെ ഒരു മൂലയ്ക്ക് നനഞ്ഞു കുതിർന്ന രൂപം അവിടെ നിൽക്കുന്നുണ്ട്. ആ നിപ്പ് കണ്ടിട്ട് അത് പ്രേതാണെന്ന് തോന്നുന്നില്ല. കൂട്ടത്തിലെ തനിക്കാണ് ഏറ്റവും ധൈര്യം എന്ന് പറഞ്ഞ് ലക്കി അതിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോ അത് പ്രേതമൊന്നല്ല, അതൊരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡിയാണ്, ജീവനില്ല. ഇത് കണ്ടപാടെ തന്നെ അന്ന ആകെ വെപ്രാളപ്പെട്ട് പോലീസിനെ വിളിക്കാൻ തുടങ്ങുമ്പോ അവരെല്ലാവരും അവളെ തടയുന്നുണ്ട്. ഒന്നാമത് ഈ ബിൽഡിംഗ് ഒഴിഞ്ഞു പോവാൻ പറഞ്ഞ് അത്യാവശ്യം പ്രശ്നങ്ങളുണ്ട്. ഇനി ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി ഈ ബിൽഡിംഗിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാവരും ജയിലിലേക്ക് താമസം മാറ്റേണ്ടി വരും. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ചേർന്ന് ആ ഡെഡ് ബോഡി ദൂരെ കൊണ്ട് കളയാനായിട്ട് ഒരു ബോക്സിലാക്കി തള്ളിപ്പോയിക്കൊണ്ടിരിക്കുക. ഈ ഒരു സമയത്തും അന്നയ്ക്ക് ഇതൊന്നും തന്നെ ഉൾക്കൊള്ളാൻ വയ്യ. കുറച്ചു മുൻപ് കണ്ടതല്ലേ ആ പെൺകുട്ടി എണീറ്റ് നിന്നതും 3rd ഫ്ലോറിലൊക്കെ നടക്കുന്നതൊക്കെ. പിന്നെ എങ്ങനെ ആ പെൺകുട്ടി മരണപ്പെട്ടത്? ആരായിരിക്കും ഇത് ചെയ്തത്? മറ്റുള്ളവരാണെങ്കിലേ എങ്ങനെയെങ്കിലും ഇതൊന്ന് തലേന്ന് പോയാ മതി എന്ന് പറഞ്ഞ് ആ ഡെഡ് ബോഡിയെ ഉന്തിക്കൊണ്ട് പോകുന്ന നേരത്താണ് ചാനിന്റെ പഴയൊരു കൂട്ടുകാരൻ അടിച്ചു പൂസായിട്ട് 4 കാലിൽ അങ്ങോട്ട് വരുന്നത്. കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ, എന്നെ നീ മറന്നോന്നൊക്കെ പറഞ്ഞ് ചാനായിട്ട് അലമ്പുണ്ടാക്കി. സുഹൃത്ത് ചാനിന്റെ തലയിൽ ഒരു കുപ്പിയൊക്കെ വെച്ച് പൊട്ടിക്കുന്നുണ്ട്. അവനെ കണ്ട ചീത്തയൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. അവരെല്ലാവരും പേടിച്ച് നിൽക്കാണ്. എങ്ങനെയെങ്കിലും ഇതൊന്ന് കൊണ്ട് കളയണ്ടേ. ഈ സമയത്ത് കൂട്ടുകാരൻ പെട്ടിക്കുള്ളിൽ ആ ഡെഡ് ബോഡി കണ്ട് ആകെ ഷോക്കായി. പിന്നെ ഒന്നും മിണ്ടാൻ വയ്യ. അപ്പോ അന്ന അയാളോട് പറയും, വേഗം ഇവിടെ നിന്ന് സ്ഥലം വിട്ടോ, ചാനിപ്പോ ഇത്തിരി തിരക്കില്ല. അതോ നിനക്ക് ഇതുപോലെ പെട്ടിക്കുള്ളിലേക്ക് കയറിയിരിക്കുന്നു? അത് കേട്ടപാടെ തന്നെ പുള്ളിക്കാരൻ തന്റെ ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടി. അങ്ങനെ കുറച്ചു ദൂരം ചെന്ന് ആളൊഴിഞ്ഞൊരു സ്ഥലത്ത് അവർ ആ ഡെഡ് ബോഡി ഡംപ് ചെയ്ത് തിരികെ അപ്പാർട്ട്മെന്റിലെത്തി. ചാനങ്ങനെ കയ്യിലെ മുറിവൊക്കെ വെച്ച് കെട്ടി തിരികെ തന്റെ മുറിയിലേക്ക് നടക്കുമ്പോ താഴെ നിന്ന് വെള്ളത്തുള്ളികൾ വീഴുന്ന ശബ്ദം കേൾക്കാം. ആരോ മഴ നനഞ്ഞു വന്നതുപോലെ. ആകെ പേടിച്ചു പോയ ചാൻ 3rd ഫ്ലോറിലേക്ക് നോക്കുമ്പോ അത് ആ പെൺകുട്ടിയുടെ പ്രേതമാണ്. അത് വീണ്ടും തിരിച്ചു വന്നു. ചാൻ വേഗം തന്നെ ലക്കിയെ വിളിച്ച് കാര്യം പറഞ്ഞു. അവന് 3ാമത്തെ
രണ്ടാമത്തെ ഫ്ലോറിലേക്ക് നോക്കിയെങ്കിലും അവിടെ ആരെയും കാണാനില്ല. അല്ല, നിങ്ങൾ എന്തിനിങ്ങനെ പേടിക്കുന്നേ? ആ പ്രേതം തിരികെ വന്നിട്ടുണ്ടെങ്കിലേ അത് നിങ്ങളോട് പ്രതികാരം ചെയ്യാനാണ്. ഇത് കേട്ട പാടെ തന്നെ ചാൻ തന്റെ മുറിയിലേക്ക് ഓടി കയറുന്ന സമയത്ത് ലക്കി ചാനിന്റെ കോട്ടൊക്കെ പരിശോധിച്ച് നോക്കുന്നുണ്ട്. കോട്ടിനുള്ളിലെ കുറെ മന്ത്രിച്ച കടലാസുകൾ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. സത്യം പറ, നിങ്ങളല്ലേ ആ പെൺകുട്ടിയെ കൊന്നത്? അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനിങ്ങനെ പേടിക്കുന്നേ? ഈ ഒരു സമയത്താണ് ചാൻ തന്നെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവനോട് തുറന്നു പറയുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ താൻ ഒരു ഗ്യാങ്സ്റ്ററോ ഗുണ്ടയൊന്നുമല്ല, വെറും ഒരു സാധാരണക്കാരനാണ്. ചോര കണ്ടാൽ തന്നെ തല കറങ്ങും. അങ്ങനെ ഫ്ലാഷ് ബാക്കിലെ രണ്ട് ഗ്യാങ്ങുകൾ തമ്മിൽ പൊരിഞ്ഞടി നടക്കാണ്. അതൊക്കെ കണ്ടാകെ ഭയന്നു പോയ ചാനാണെങ്കിലേ അവിടെ ഒരു മൂലയ്ക്ക് ഒളിച്ചിരുന്നു. ആ രണ്ട് ഗ്യാങ്ങും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലി എല്ലാവരും മരിച്ചു വീണു. അവസാനം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായെന്ന് ചിന്തിച്ച് ചാൻ ഒരു കത്തിയും പിടിച്ചുകൊണ്ട് കിളി പാറി നിൽക്കുന്ന നേരത്ത് ഏതോ ഒരു പയ്യൻ അവന്റെ ഫോട്ടോ എടുത്തു. അങ്ങനെ ആ കൊലകളൊക്കെ ചെയ്തത് ചാനാണെന്ന് പറഞ്ഞ് പോലീസ് അവനെ അറസ്റ്റ് ചെയ്തു. സത്യത്തിലെ ആ ഗ്യാങ് വാർ കണ്ടിട്ടാണ് ചാൻ അവിടെ ഒളിച്ചിരുന്നത്. ഇതൊക്കെ കേട്ട ലക്കി അയാൾ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ചാനെ ഞെട്ടിച്ചുകൊണ്ട് അവൻ മറ്റൊരു കാര്യം അയാൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു വർഷം മുൻപ് ഒരു സ്ത്രീ തന്റെ ബോയ്ഫ്രണ്ടിനെയും ബോയ്ഫ്രണ്ടിന്റെ കാമുകിയെയും കൊല ചെയ്തു. കാരണം ബോയ്ഫ്രണ്ടിന്റെ കാമുകി പ്രഗ്നന്റ് ആയിരുന്നു. ആ സസ്പെക്ട് മറ്റാരുമല്ല, നമ്മുടെ നായിക അന്നയാണ്. പോലീസ് അവളെ അറസ്റ്റ് ചെയ്തെങ്കിലും തെളിവുകളൊന്നുമില്ല എന്ന് പറഞ്ഞ് കോടതി അവളെ വെറുതെ വിട്ടു. ഈ ഒരു കാര്യം കേട്ട ചാൻ അങ്ങനെ അന്തം വിട്ട് നിൽക്കാണ്. അപ്പോ ആ പ്രേതം എന്നെ കൊല്ലാൻ വന്നതല്ലേ? ഈ ഒരു സമയത്താണ് ലക്കിയുടെ ഫോണിലേക്ക് അങ്കിൾ ജോണിന്റെ ഫോൺ കോൾ വരുന്നത്. ഫ്ലോറ് മുഴുവൻ വെള്ളമാണ്, ആ പ്രേതം തിരിച്ചു വന്നെന്ന് പറഞ്ഞ് ആ ഒരു കാര്യം പറഞ്ഞ് ജോൺ മുകളിലേക്ക് നോക്കുമ്പോ അവിടെ നനഞ്ഞു കുതിർന്ന് ആ പ്രേതം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടാകെ പേടിച്ചരണ്ടു പോയ ജോൺ തന്റെ മുറിയിലേക്ക് ഓടുമ്പോഴേക്കും കാല് തന്നെ അവിടെ താഴേക്ക് മറിഞ്ഞു വീണു. മറുവശത്ത് ലക്കിയെ കാണാനായിട്ട് ഫ്ലോറ എന്ന ജേർണലിസ്റ്റ് അവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് വന്നു. പറഞ്ഞു വന്ന ലക്കിയും ഒരു ജേർണലിസ്റ്റ് ആണ്. അത് അന്നയ്ക്കറിയില്ല. ഇപ്പോ ഈ ബിൽഡിംഗിൽ നടക്കുന്ന അമാനുഷികമായ കാര്യങ്ങളൊക്കെ തന്നെ അവന്റെ പ്ലാനിംഗ് ആണ്. ജോസ്ഫീൻ ആന്റി, ജോൺ, ആ പ്രേതായിട്ട് വന്ന പെൺകുട്ടി, അവരൊക്കെ തന്നെ ലക്കിയുടെ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ്. സത്യം പറഞ്ഞ ഈ ഒരു പ്ലാനില് ചാനിനെ അവര് പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ അന്നയാണ് അവരെ കൊണ്ട് നിർബന്ധിച്ച് ചാനിനെ ഇതിലേക്ക് വലിച്ചഴച്ചത്. ലക്കി ഇപ്പോ ഇങ്ങനൊരു ഡ്രാമ പ്ലാൻ ചെയ്തത് പ്രേതത്തെ കണ്ട് പേടിച്ചാലെങ്കിലും അന്ന അവള് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലോ അവളെ കൊണ്ട് സത്യം പറയിപ്പിച്ച് ശിക്ഷ വാങ്ങിക്കൊടുക്കാനാണ് ലക്കി ഇതൊക്കെ ചെയ്തത്. അന്ന കൊലപ്പെടുത്തിയ ആ പെൺകുട്ടിയുടെ വീട്ടുകാരാണ് സത്യം കണ്ടെത്താനായിട്ട് ലക്കിയെയും ടീമിനെയും ഹയർ ചെയ്തിരിക്കുന്നത്. എന്നാൽ അന്ന എന്താ ചെയ്തത്? ആ പ്രേതം ചാൻ കൊന്ന ആരുടെങ്കിലും പ്രേതമാണെന്ന് പറഞ്ഞ് അവരെ ആകെപ്പാടെ വട്ടം കറക്കി. അവർക്ക് പിടികൊടുത്തില്ല. അവസാനം പ്രേതവേഷം കെട്ടിയ പെൺകുട്ടി ക്യാമറയായിട്ട് അന്നയുടെ അപ്പാർട്ട്മെന്റിലേക്ക് ചെന്നു. ഇവര് പ്രതീക്ഷിച്ചത് പ്രേതത്തെ കണ്ട് അന്ന പേടിച്ചു കരഞ്ഞ് സത്യങ്ങളൊക്കെ പറഞ്ഞ് മാപ്പ് പറയുമെന്നാണ്. എന്നാൽ ഒരു കത്തിയായിട്ട് വന്ന് ഡോറ് തുറന്ന അന്ന ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തി. എന്നിട്ട് ഒരു സൈക്കോയെ പോലെ ലക്കിയുടെ ഡോറിന് മുന്നിൽ ചെന്ന് നിൽക്കുന്നുണ്ട്. ഒരു വല്ലാത്തൊരു ചിരി ചിരിച്ച്. ഇവരങ്ങനെ മരണഭയത്തിലെ ഡോറിലേക്ക് നോക്കിയിരിക്കുന്നത് കാണിച്ചാണ് തേർഡ് സ്റ്റോറി അവസാനിക്കുന്നത്. അപ്പോ ബാക്കിയുള്ളവരുടെ കാര്യത്തിലും ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ടാവും. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. സപ്പോർട്ട് ചെയ്യാം. താങ്ക്